നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ് ആത്മവിശ്വാസം. ഏത് സാഹചര്യങ്ങളും ഉറച്ച ആത്മവിശ്വാസവും ദൈവത്തിലുള്ള പ്രത്യാശയും കൈമുതലായി നമുക്കുള്ളപ്പോൾ നമുക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ കഴിയും. വളരെ പരിമിതികളും പ്രയാസങ്ങളും നിറഞ്ഞതായിരുന്നു 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുടെ ബാല്യം. അനാഥനായ ഈ ബാലൻ തനിക്ക് വിശപ്പടക്കുവാൻ പോലും മാർഗമില്ലാതെ കഴിയുകയാണ്. അവസാനം ഒരു ചെറിയ ജോലി അവന് കിട്ടി. എന്നാൽ അവന് താമസിക്കുവാൻ കൊടുത്ത മുറി വൃത്തിഹീനമായ ഒരു മുറിയായിരുന്നു. അവനോടൊപ്പം പല കൂട്ടുകാരായി തെരുവിൽ അലഞ്ഞു നടന്ന മറ്റു കുട്ടികളും ഉണ്ടായിരുന്നു. 4ാം ക്ലാസ് വരെ മാത്രം പഠിച്ച ആ കുട്ടി അവനൊരു വലിയ എഴുത്തുകാരനാകണം എന്നായിരുന്നു തൻ്റെ ആഗ്രഹം. നമുക്ക് യാതൊരു ചെലവുമില്ലാത്ത കാര്യമാണല്ലോ സ്വപ്നങ്ങൾ എന്നുള്ളത്. എത്ര മനോഹരമായ സ്വപ്നങ്ങൾ വേണമെങ്കിലും നമുക്ക് കാണുവാൻ കഴിയും. കാണുന്ന സ്വപ്നമെല്ലാം അത് യാഥാർത്ഥ്യമാകണം എന്നില്ല. സ്വപ്നത്തോടൊപ്പം പരിശ്രമവും പ്രയത്നവും ഒരുമിച്ച് വരുമ്പോഴാണ് അസാധ്യമായത് പലതും നമുക്ക് സാധ്യമാക്കി തീർക്കുന്നത്. അവിടെ എത്തുവാനുള്ള ധൈര്യമാണ് നമ്മുടെ ആത്മവിശ്വാസം, ദൈവത്തിലുള്ള ആശ്രയം. ഒരെഴുത്തുകാരനാകണം എന്ന ആഗ്രഹത്തോടെ രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ ഏകാന്തതയുടെ നിശബ്ദതയിൽ അവൻ പലതും എഴുതി ചേർത്തു. പിന്നീടൊരിക്കൽ കൂട്ടുകാരും അറിയാതെ താൻ എഴുതിയ ഒരു കഥ ഒരു പ്രസിദ്ധീകരണത്തിന് താൻ അയച്ചു കൊടുത്തു. പ്രതീക്ഷയോടെ കാത്തിരുന്നെങ്കിലും ആരും തന്നെ വിളിച്ചില്ല. പിന്നീട് താൻ പ്രസിദ്ധീകരിക്കുവാൻ കൊടുത്ത ആ കഥ ഒരു മാഗസിനിൽ താൻ കണ്ടു. ഇത് കണ്ടപ്പോൾ തനിക്ക് ഭയങ്കര സന്തോഷമായി. ആ പത്രാധിപർ അവനെ പ്രശംസിച്ചുകൊണ്ട് ഒരു എഴുത്തയച്ചു. ഏത് രംഗത്തും നമുക്കൊരു പ്രോത്സാഹനം ആവശ്യമാണ്. അത് നമ്മുടെ വളർച്ചയുടെ സ്രോതസ്സിൽ ഒന്നാണ്. പല വിധത്തിൽ നമുക്ക് ആളുകളെ പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയും. ഒരു നല്ല വാക്കും അവരുടെ കൂടുണ്ട് എന്ന് പറയുന്ന ഒരു ഉറപ്പും കൈത്താങ്ങലുമൊക്കെ പല രീതിയിൽ പ്രോത്സാഹനം നൽകുന്നതാണ്. സ്വന്തമായി എഴുതിയ കഥ ആ മാഗസിനിൽ അച്ചടിച്ചു വന്നതും ആ കുട്ടിയുടെ ജീവിതത്തിലെ വഴിത്തിരിവായി തീർന്നു. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അന്ന് ആ വൃത്തിഹീനമായ ആ മുറിയിൽ ഒരു പണിക്കാരനായി തൻ്റെ ആയുസ് നഷ്ടമാകുമായിരുന്നു. എന്നാൽ ആ ബാലൻ പിൽക്കാലത്ത് പ്രശസ്ത നോവലിസ്റ്റായ ചാൾസ് ഡിക്കൻസ് എന്ന മനുഷ്യനായി തീർന്നു. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ ഹൃദയങ്ങളെ ആകർഷിക്കുന്നവയായി തീർന്നു. മരുഭൂമിയിൽ വളരുന്ന വൃക്ഷങ്ങൾ അതിന് വളരെ പ്രതിരോധശക്തി കൂടുതലാണ് എന്ന് പറയാറുണ്ട്. കാരണം അതിൻ്റെ വേരുകൾ വെള്ളത്തിനു വേണ്ടി ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ആഴത്തിലുള്ള വേരുകൾ കരുത്ത് ഉള്ളതും കൊടുങ്കാറ്റിനെ ചെറുക്കാൻ പ്രാപ്തിയുള്ളതുമാണ്. നേരെ മറിച്ച് പുഴയുടെ അരികിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ തഴച്ചു വളരുന്നെങ്കിലും കൊടുങ്കാറ്റ് വന്നാൽ വേഗം അത് വീണുപോകുന്നു. കാരണം അതിൻ്റെ വേരുകൾ ആഴത്തിലേക്ക് അധികം ഇറങ്ങിച്ചെന്നിട്ടില്ല. ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ ദൈവത്തിലുള്ള പ്രത്യാശയും നമ്മുടെ ഉള്ളിൽ ദൈവം തരുന്ന പ്രയത്നങ്ങളുമാണ് ദൈവിക വാഗ്ദത്തത്തിലേക്ക് നമ്മെ നടത്തുന്നത്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 098802221957 എന്ന നമ്പർ ഉപയോഗിക്കുക.